അടിയന്തര സാഹചര്യങ്ങളിൽ ബ്ലഡ് ബാഗുമായി പറന്നെത്തുന്ന ഡ്രോണുകൾ വിദേശത്തല്ല ഭാരതത്തിലാണ് ഈ മാറ്റം വരാൻ പോകുന്നത്. സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പഠനവും ദൃശ്യങ്ങളും വ്യാപക ചർച്ചയായി കഴിഞ്ഞു. ഗ്രേറ്റർ നോയിഡയിലെ GIMS ആശുപത്രിയിൽ നടത്തിയ പരീക്ഷണമാണ് ആരോഗ്യരംഗത്തെ പുതിയ സാധ്യതകളിലേക്ക് വഴി തുറന്നത്. GIMS ആശുപത്രിയിൽ നിന്ന് ഡൽഹി ലേഡി ഹാർഡിംഗ് മെഡിക്കൽ കോളേജിലേക്കാണ് ഡ്രോൺ വഴി അനായാസം ബ്ലഡ് ബാഗുകൾ എത്തിച്ചത്. 30 കിലോമീറ്റർ ദൂരം പിന്നിടാൻ കേവലം 15 മിനിറ്റ് മാത്രമാണ് വേണ്ടിവന്നത്. 2023 ICMR-ലെ ഒരു കൂട്ടം ഗവേഷകർ നടത്തിയ പരീക്ഷണമാണിതെങ്കിലും ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്തിടെയാണ് ഗവേഷക ലോകം പുറത്തുവിട്ടത്. ബ്ലഡ് ബാഗുകൾ എത്തിക്കാൻ ഡ്രോൺ സാങ്കേതികവിദ്യ എപ്രകാരം ഉപയോഗിക്കാമെന്നതിന് അടുത്തിടെ നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത്. ആംബുലൻസുകൾക്ക് പകരം രക്തം ആവശ്യമായി വരുന്ന അടിയന്തര സാഹചര്യങ്ങളിൽ ബദൽ മാർഗമായി ഡ്രോണുകളെ ഉപയോഗിക്കാമെന്ന് പഠനം പറയുന്നു. മാസങ്ങൾക്ക് മുൻപ് സോണിപത്തിൽ നിന്ന് ദജാറിലേക്ക് ഡ്രോൺ വഴി നേത്രകലകൾ എത്തിച്ചെന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് പുതിയ പഠനം പുറത്തുവരുന്നത്. റോഡ് മാർഗം 2 മണിക്കൂറെങ്കിലും ആവശ്യമായ സ്ഥാനത്ത് കേവലം 40 മിനിറ്റിലാണ് നേത്രകലകളുമായി ഡ്രോൺ എത്തിയത്. ഡ്രോൺ സംവിധാനങ്ങൾ ഫലപ്രദമാണെങ്കിലും നിരവധി വെല്ലുവിളികളും നേരിടുന്നുണ്ട്. രക്തം കൊണ്ടുപോകുന്നത് അവയവങ്ങൾ കൊണ്ടുപോകുന്നതിനേക്കാൾ വെല്ലുവിളി നിറഞ്ഞതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ കാലാവസ്ഥ, ഡ്രോണുകളുടെ ബാറ്ററി ലൈഫ് തുടങ്ങിയ നിരവധി ഘടകങ്ങളെ ആശ്രയിക്കേണ്ടി വരുമെന്ന് പഠനത്തിൽ പറയുന്നു. അധികം വൈകാതെ ഈ രംഗത്ത് ഡ്രോൺ സാധ്യതകൾ വിപുലമാകുമെന്നാണ് ഗവേഷകരുടെ വിലയിരുത്തൽ. നാഷണൽ ഡെസ്ക്, ജനം.